ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡ്രൈവിങ്ങിലെ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത് എടുക്കുന്ന മെത്തേഡ് പല ആൾക്കാർക്കും അറിയാം. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ എടുക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയാം. ഞാൻ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളും ചെയ്തിട്ടുള്ളതാണ്, ഇതെങ്ങനെയാണ് എടുക്കുന്നത്. എന്നാൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. അത് ഒന്നും രണ്ടും ഒന്നുമല്ല, കുറേയധികം മിസ്റ്റേക്കുകളുണ്ട്. ഒരു പക്ഷെങ്കിലും നിങ്ങളത് ഇതുവരെയും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ മൈന്യൂട്ടായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങളിനി ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഹാഫ് ക്ലച്ചിൽ ഒരു വണ്ടി എടുക്കുന്ന മെത്തേഡ് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ആ മെത്തേഡ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിതേ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോയുടെ ബാക്കി കണ്ടാലും മതി. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി നിങ്ങൾ വരുത്തുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ സാധാരണ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? കയറ്റത്ത് ബ്രേക്കേ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. കയറ്റമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങൾക്ക് വരുന്ന ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അതായത് നമ്മളിങ്ങനെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ആദ്യം ചെയ്യുന്നത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ കാലയച്ച് വരുമ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ആ ഒരു പോയിൻ്റാണ് ഹാഫ് ക്ലച്ച്. ഇപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എടുക്കുന്ന ടൈമിൽ പല ആൾക്കാരും എന്ത് ചെയ്യും? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് എഞ്ചിനടിച്ചിട്ട് അങ്ങ് ഓഫായി പോകും. വണ്ടി മുന്നോട്ട് മൂവ് ആകാതെ വരും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമല്ലോ. ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ ആദ്യം മുന്നോട്ട് കൊടുത്തിട്ടേ നിങ്ങൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കാവുള്ളൂ. പല ആൾക്കാരും എന്ത് ചെയ്യും? ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് കാല് വരുന്ന ടൈമിൽ തന്നെ ക്ലച്ച് ഒന്ന് ഒറ്റയെടുപ്പെടുക്കും. നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ടുമില്ല. ആ ഒരു സമയത്ത് വണ്ടി ഓഫായി പോകും. നിങ്ങൾ ഈ മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അല്ല, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കൃത്യമായിട്ട് നിൽക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് മാത്രമേ ഈ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലെടുക്കാവുള്ളൂ. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ വണ്ടി മുന്നോട്ട് മൂവ് ആകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് ബ്രേക്കിൽ കാല് വരും, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും വന്ന് നിൽക്കും. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ പല ആൾക്കാരും എന്ത് ചെയ്യും? അറിയാതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാല് കുറച്ചും കൂടെ താഴോട്ട് താഴ്ത്തി കൊടുക്കും. കുറച്ചും കൂടെ താഴോട്ട് കാല് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വണ്ടി മുന്നോട്ട് മൂവ് ആകത്തില്ല. മൂവ് ആകാതെ വണ്ടി ബാക്കിലേക്ക് റോളാകും. നമ്മൾ എത്രയധികം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കാൻ ശ്രമിച്ചാലും വണ്ടി മുന്നോട്ട് കയറത്തില്ല. ആ ഒരു ടൈമിൽ നമ്മൾ കയറാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കുകയും ചെയ്യും. അപ്പോഴും വണ്ടി ഓഫായി പോകും. അതായത് നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും ഇങ്ങനെ വരുന്നു. കൃത്യമായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും? ഈ ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് താഴോട്ട് അറിയാതെ ചവിട്ടി കൊടുക്കും. അതറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കാല്
ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അയഞ്ഞു വരണം. ആ ഒരു ടൈമിൽ നമ്മൾ അറിയാതെ മുന്നോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ബാക്ക് സൈഡിലേക്ക് റോളാകും. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വീണ്ടും താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കണം, ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ. എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലും കൂടെ അയച്ചു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി ഒരു കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കയറ്റത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കിയിട്ടുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുക്കണം. അതായത് ബ്രേക്ക് പെഡലിൽ നിന്ന് നമ്മൾ കാലെടുത്ത് ഹാഫ് ക്ലച്ചിൽ നമ്മൾ വന്നിട്ട് ബ്രേക്ക് പെഡലിൽ നിന്ന് വന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ കുത്തനെയുള്ളൊരു കയറ്റമാണെങ്കിൽ അവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ആക്സിലേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു കയറ്റം കയറത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. പല ആൾക്കാരും എന്ത് ചെയ്യും, കുത്തനെയുള്ള കയറ്റം ആയിക്കോട്ടെ ചെറിയ കയറ്റം ആയിക്കോട്ടെ അവിടെ ചെറിയ ആക്സിലറേഷൻ കൊടുക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, വണ്ടി ആക്സിലറേഷൻ, അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി ഇച്ചിരി അങ്ങ് മൂവ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആക്സിലറേഷൻ പാടെ അങ്ങ് കുറച്ച് കൊടുക്കും, ചെറുതായിട്ട് അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വണ്ടി ഒന്ന് മുന്നോട്ട് മൂവ് ആക്കിയിട്ട് വണ്ടിയുടെ ആ മൂവ്മെൻറ്റ് കുറയുമ്പോൾ വണ്ടി വീണ്ടും ഓഫായി പോകും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വണ്ടി നല്ല രീതിയിൽ റൺ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കാലയക്കാവുള്ളൂ. ഓക്കെ, ഇനി അത് ചെയ്യേണ്ട വിധം ഒന്നും കൂടെ നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാനിങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, ബ്രേക്കിൽ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ നിൽക്കുന്നു, ബൈറ്റിംഗ് പോയിന്റിൽ നിൽക്കുന്നു. ക്യുക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. അതിനുശേഷം ആക്സിലേഷൻ കൊടുത്ത് പിടിച്ചിട്ട് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക്, ആ ഒരു സമയത്ത് ഇവിടെ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് പിടിക്കുക. എന്നിട്ട് വണ്ടി നന്നായിട്ട് മൂവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ക്ലച്ച് പെഡലിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്ത് ഫ്ലോറിൽ വെക്കാൻ പാടുള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർത്തും കയറ്റത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് നമുക്കൊരു മാർഗ്ഗം? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കുക എന്നുള്ളതാണ്. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാൻഡ് ബ്രേക്ക് ആ ഒരു കേബിളിന് കംപ്ലൈൻ്റ് ഒന്നും വരരുത്. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ 2 വീലുകളിലേക്കാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളിന് കംപ്ലൈൻ്റ് ഒന്നും വരരുത്. ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ലോക്കിട്ട് നിർത്താൻ നോക്കരുത്. നമ്മൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ലോക്ക് അഴിയുക, ഈ ബട്ടൺ അഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുക. നമ്മൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിൽ വലിച്ചിട്ടേക്കുന്നു. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ഓൾറെഡി വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല, ഹാൻഡ് ബ്രേക്കിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ അവിടെ ഈ ഒരു ഹാൻഡ് ബ്രേക്കിൽ തന്നെ വണ്ടി കിടന്നോളൂ. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ഈ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക. പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആക്സിലേഷൻ മുന്നോട്ട് വീണ്ടും കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ അയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നത് നമുക്ക് മനസ്സിലാവും. മൂവ് ആകാൻ ശ്രമിക്കും, പക്ഷേ മൂവ് ആകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, നമ്മളിവിടുന്ന് ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ക്ലച്ച് പെഡലിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഹാൻഡ് ബ്രേക്കിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിപ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. പുതിയതായിട്ട് വീഡിയോകൾ കാണുന്നവർ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ നിങ്ങളൊന്ന് ഓൾ അമർത്തി കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇടുന്ന ടൈമിൽ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.